നമ്മുടെ നേച്ചറിൽ മെറ്റലുകൾ മൂന്ന് ഡിഫറെൻ്റ് ടൈപ്പിലാണ് കാണപ്പെടാറുള്ളത്. അതിലൊന്നാണ് ഹൈലി റിയാക്റ്റീവ് മെറ്റലുകൾ, മറ്റൊന്ന് മോഡറേറ്റ്ലി റിയാക്റ്റീവ് മെറ്റൽ. ഹൈലി റിയാക്റ്റീവ് മെറ്റലുകൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മറ്റ് എലമെൻറ്റുകളുമായിട്ട് റിയാക്ട് ചെയ്ത് വേറെ കോമ്പൗണ്ടുകളായിട്ട് മാറുന്നത്. മോഡറേറ്റ്ലി എന്ന് പറയുമ്പോൾ ലിറ്റിൽ ബിറ്റ് കുറഞ്ഞ റിയാക്ടിവിറ്റി ഉള്ളത്. തീരെ കുറവ് റിയാക്ടിവിറ്റി ഉള്ള മറ്റൊരു ടൈപ്പും കൂടി ഉണ്ട്, പറയാം. ഹൈലി റിയാക്റ്റീവ് മെറ്റലുകൾക്കും മോഡറേറ്റ്ലി റിയാക്റ്റീവ് മെറ്റലുകളും സാധാരണ കാണപ്പെടാറുള്ളത് ക്ലോറൈഡുകളായിട്ടും സൾഫേറ്റുകളായിട്ട് കാർബണേറ്റുകളായിട്ട് ഓക്സൈഡുകളൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ അയണിൻ്റെ ഓക്സൈഡ് ആയിട്ടാണ് കാണപ്പെടാറുള്ളത്. കാൽഷ്യം ക്ലോറൈഡുകളായിട്ടാണ് കാണപ്പെടാറുള്ളത്. സോഡിയം ക്ലോറൈഡുകളായിട്ടാണ് കാണപ്പെടാറുള്ളത്. ഇവരൊക്കെ ഹൈലി റിയാക്റ്റീവാണ്. അപ്പോൾ നേച്ചറിൽ ഒറ്റക്ക് നിൽക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ബാക്കി എലമെൻറ്റുകളുമായിട്ട് ഇവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മറ്റൊരു ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പ് വെരി ലെസ് റിയാക്റ്റീവ് ആണ്. അവർ മറ്റൊരു എലമെൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് എക്സാമ്പിളാണ് കോപ്പർ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം പോലെയുള്ളത്. അതുകൊണ്ടാണല്ലോ അവരെ എല്ലാവരും നമ്മൾ ഓർണമെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കോയിനേജ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ കോയിൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോപ്പറും സിൽവറും ഗോൾഡാണ്. അത് മറ്റ് എലമെന്റുകളുമായിട്ട് റിയാക്ട് ചെയ്യാത്തത് കൊണ്ടാണ് അവർ ഒറ്റക്ക് നിൽക്കാൻ പര്യാപ്തരായി വരുന്നത്. ക്ലിയർ? ഇനി നോക്കണേ, ഹൈലി റിയാക്റ്റീവ് മെറ്റലുകൾ ഉണ്ട്, മോഡറേറ്റ്ലി റിയാക്റ്റീവ് മെറ്റലുകൾ ഉണ്ട്, വെരി ലെസ് റിയാക്റ്റീവ് മെറ്റലുകൾ ഉണ്ട്. ദാറ്റ് മീൻസ് ഈ മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് മെറ്റലുകളാണ് നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി നേച്ചുറലി ഒക്കറിങ് മെറ്റൽസ് ഓർ കോമ്പൗണ്ട്സ്, ശ്രദ്ധിക്കണേ. ഇത് മെറ്റലുകളായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ കോമ്പൗണ്ടുകളായിട്ട് നിൽക്കാം. ഒന്നിലധികം എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് നിൽക്കുന്നതിനല്ലേ, ഡിഫറെന്റ് എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് നിൽക്കുന്നതിനല്ലേ നമ്മൾ കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ വാട്ടർ ഒരു കോമ്പൗണ്ടാണ്. കാരണം എന്താ? അതിലെ വാട്ടർ എന്ന് പറഞ്ഞാൽ H2 ആണ്. ഡിഫറെൻ്റ് ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായതാണ് അത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? കോമ്പൗണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേച്ചറലി ഒക്കറിങ് മെറ്റൽ ഓർ കോമ്പൗണ്ട്സ് ആർ ജനറലി കോൾഡ് മിനറൽ. അവരെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് മിനറൽ എന്ന് പറഞ്ഞാൽ. മിനറൽ എന്ന് പറഞ്ഞാൽ എനിത്തിങ് വിച്ച് ഈസ് ഒബ്റ്റെയിൻ ത്രൂ മൈനിങ് ആണ്. ഡിഗ് ചെയ്തെടുക്കുന്ന എന്തിനേയും നമ്മൾ മിനറൽ എന്നാണ് വിളിക്കാറുള്ളത്. അത് മെറ്റൽ തന്നെ ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ നേച്ചർലി ഒക്കറിങ് മെറ്റൽസ് ഓർ കോമ്പൗണ്ട്സ് ആർ ജനറലി കോൾഡ് മിനറൽ ഓർ വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ത്രൂ മൈനിങ്. എനിത്തിങ് വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ത്രൂ മൈനിങ് എന്ന് പറഞ്ഞാൽ മതി. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മിനറൽ. ഇനി നോക്കണേ, സം മെറ്റൽസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് ഫോം. ചില മെറ്റലുകൾ ഡിഫറെൻറ്റ് ഫോമിൽ കാണപ്പെടാറുണ്ട്. ഒരേ മെറ്റൽ തന്നെ ഡിഫറെൻറ്റ് ഫോമിൽ കാണപ്പെടുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതവിടെ നോക്കണേ, ക്ലേ Al2O3 2SiO2 2H2O എന്നാണ് അതിൻ്റെ രാസനാമം അഥവാ കെമിക്കൽ ഫോമുല. ബോക്സൈറ്റ് Al2O3 2H2O. ക്രയോലൈറ്റ് Na3Al(F6). നിങ്ങൾ നോക്ക്, ഇതിലെല്ലാം കോമൺ ആയിട്ട് വരുന്നത് അലുമിനിയമാണ്. ദാറ്റ് മീൻസ് ഇത് അലുമിനിയത്തിൻ്റെ കോമ്പൗണ്ടുകളാണ്. ഒരേ മെറ്റലിൻ്റെ തന്നെ ഡിഫറെൻ്റ് കോമ്പൗണ്ടുകൾ എക്സിസ്റ്റ് ചെയ്യാം. ഇനി ഈ മെറ്റലുകളിൽ നിന്ന് ഇതവിടെ നോക്കണേ, ഈ കോമ്പൗണ്ടുകളിൽ നിന്ന് ആ മെറ്റലിനെ മാത്രം നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് അബണ്ടൻസ് ഏറ്റവും കൂടുതലുള്ളത്. അതേപോലെ തന്നെ ഈസ് ഓഫ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ഉള്ള ഈസിനെസിന്റെ ബേസിസിൽ, ഹൈ മെറ്റൽ കണ്ടന്റ്, ഏറ്റവും കൂടുതൽ മെറ്റൽ കണ്ടന്റിന്റെ ബേസിസിൽ, ലോ പ്രൊഡക്ഷൻ കോസ്റ്റ്, ആ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് ലോ ആവുക. അങ്ങനെ ഏതിൽ നിന്നാണോ മെറ്റലിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, ആ മിനറലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർ. മനസ്സിലാക്കണേ, ഇതൊക്കെ ആരുടെ ഓറാണ്, ആരുടെ മിനറലാണ്? അലുമിനിയത്തിൻ്റെ. ഓൾ ആർ മിനറൽസ് ഓഫ് അലുമിനിയം. പക്ഷേ എല്ലാ മിനറലിനും നമുക്ക് ആ മെറ്റലിനെ അബണ്ടൻസ്, ഈസ് ഓഫ് എക്സ്ട്രാക്ഷൻ, ഹൈ മെറ്റൽ കണ്ടന്റ്, ലോ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഈ ബേസിസിൽ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ കോമ്പൗണ്ടുകളിൽ നിന്നാണ് നമുക്കത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുക, വളരെ ഈസി ആയിട്ട്.
വളരെ കുറഞ്ഞ പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഏറ്റവും കൂടുതൽ മെറ്റൽ കണ്ടന്റ് ഉള്ള മിനറലിൽ നിന്ന് നമുക്ക് ആ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ആ മിനറലിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർ. കാര്യം മനസ്സിലായോ? ഇതൊക്കെ മിനറലാണ്. എല്ലാ മിനറലിൽ നിന്നും നമുക്ക് മെറ്റലിനെ ഈസിലി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. മെറ്റലിനെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറഞ്ഞ് ഈസിലി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയ മിനറലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറഞ്ഞാൽ ഓർ. അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ അലുമിനിയം കണ്ടന്റ് ഉള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറഞ്ഞ നമുക്ക് ഈസി ആയിട്ട് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് ബോക്സൈറ്റ് എന്നാണ്. അതുകൊണ്ട് അലുമിനിയത്തിന്റെ ഓർ എന്ന് പറയുന്നത് ഏതാണ്? ബോക്സൈറ്റ് ആണ്. പക്ഷെ അലുമിനിയത്തിന്റെ മിനറലാണ് ഏതൊക്കെ? ക്ലേ, ബോക്സൈറ്റ്, ക്രയോലൈറ്റ് ഒക്കെ മിനറലാണ്. പക്ഷെ ഈസിലി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് ബോക്സൈറ്റ് എന്നായതുകൊണ്ട് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഓർ എന്ന് വിളിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കേ, എനി മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഈസിലി ആൻഡ് എക്കണോമിക്കലി ആർ കോൾഡ് ഓർ ഓഫ് ദി മെറ്റൽ. ഈസി ആയിട്ടും എക്കണോമിക്കലിയും ഏത് മിനറലിൽ നിന്നാണോ നമുക്ക് ആ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് ആ മിനറലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഇനി നോക്കണേ, അങ്ങനെയാണെങ്കിൽ അലുമിനിയത്തിന്റെ ഓർ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ടു Al2O3 2H2O. ഇനി അയണിന്റെ ഓർ രണ്ടെണ്ണം ഉണ്ട്. അയൺ ഡിഫറെന്റ് കോമ്പൗണ്ടുകളായിട്ട് നിൽക്കും. ക്ലോറൈഡുകളായിട്ട് നിൽക്കാം, സൾഫേറ്റുകളായിട്ട് നിൽക്കാം, ഓക്സൈഡുകളായിട്ട് നിൽക്കാം, കാർബണേറ്റ് ആയിട്ട് നിൽക്കാം. ഡിഫറെന്റ് ടൈപ്പിൽ അയൺ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അയൺ ഈസിലി എക്കണോമിക്കലി നമുക്ക് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയ മിനറലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചു? ഓർ എന്ന് വിളിച്ചു. അങ്ങനെ നോക്കുമ്പോൾ അയണിന് രണ്ട് ഓറുണ്ട്. അതിലൊന്നാണ് ഹേമറ്റൈറ്റ്, മറ്റൊന്നാണ് മാഗ്നറ്റൈറ്റ്. ഹേമറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ Fe2O3, മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ Fe3O4. കാണുന്നില്ലേ? Fe3O4. ഇനി അടുത്തത് കോപ്പർ. കോപ്പറിന് ഇഷ്ടം പോലെ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ കോപ്പർ 3 ഓറുകളാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതിലൊന്ന് കോപ്പർ പൈറേറ്റ് CuFeS2, മറ്റൊന്നാണ് കോപ്പർ ഗ്ലാൻസ് Cu2S, മറ്റൊന്നാണ് കുപ്രൈറ്റ് Cu2O. ഇതിൽ ഏറ്റവും പ്രബലനായത്, ഏറ്റവും ഈസി ആയിട്ട് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത് Cu2O അഥവാ കുപ്രൈറ്റ് എന്നാണ്. ഇനി അടുത്തത് സിങ്ക്. സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് ബ്ലെൻഡും കാലമിനും ആണ് അതിൻ്റെ ഓറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സിങ്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ ZnS, കാലമൈൻ എന്ന് പറഞ്ഞാൽ സിങ്ക് കാർബണേറ്റ്. മറ്റൊന്ന് ടിൻ ആണ്, ടിൻ കാസിറ്ററൈറ്റ് SnO2. ഇതിനെ ടിൻ സ്റ്റോൺ എന്നും നമ്മൾ പറയാറുണ്ട്. എന്ത് പറയാറുണ്ട്? ടിൻ സ്റ്റോൺ, കാസിറ്ററൈറ്റ് ഓർ ടിൻ സ്റ്റോൺ, SnO2. ക്ലിയർ? ഒരു മിനറൽ ഇപ്പോൾ നമ്മൾ ഒരു മെറ്റലിന് ഡിഫറെന്റ് കോമ്പൗണ്ടുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മിനറൽ. ആ മിനറലിന് ഏതിൽ നിന്നാണോ ഏറ്റവും ഈസി ആയിട്ട് എക്കണോമിക്കലി മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഓർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ കുറച്ച് മെറ്റലുകളുടെ ഓറുകളാണ് നമ്മളിവിടെ പരിശോധിച്ചത്. ദെൻ ഇനി നോക്കേ, ഏതെങ്കിലും ഒരു മെറ്റൽ കോമ്പൗണ്ടിൽ നിന്ന് 3 പ്രോസസ്സുകൾ വഴി, മെറ്റൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ മിനറൽസ്, ആ മിനറലിലെ ഓർന്നല്ലേ നമ്മൾ മെറ്റൽ എടുക്കുക. ആ ഓറിൽ നിന്ന് 3 പ്രോസസ്സ് വഴി, ഏതൊക്കെയാ 3 പ്രോസസ്സ്? കോൺസെൻട്രേഷൻ ഓഫ് ഓർ, ഒന്നാമത്തത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ, രണ്ടാമത്തത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, കിട്ടിയ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൽ നിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുക, അതിന്ന് ആ മെറ്റലിനെ റിഫൈൻ ചെയ്യുക. ഈ 3 പ്രോസസ്സ് വഴി ഓറിൽ നിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റലർജി എന്ന് പറയുന്നത്. ഒന്നും കൂടി ശ്രദ്ധിക്കണേ, ഓർന്നാണല്ലോ നമ്മൾ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യുക ഈസിലി എക്കണോമിക്കലി. അത് 3 പ്രോസസ്സ് വഴിയാണ് നടക്കുന്നത്. ഓർന്ന് മെറ്റലിന്റെ എക്സ്ട്രാക്ഷൻ നടക്കുന്നത് 3 പ്രോസസ്സ് വഴിയാണ്. ഒന്ന്, കിട്ടിയ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓറിൽ വേറെയും കുറെ അൺവാണ്ടഡ് സബ്സ്റ്റൻസ് ഉണ്ടാവും. ആ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഓറ് മാത്രമാക്കി എടുക്കുക. അതിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുക, ആ മെറ്റലിനെ റിഫൈൻ ചെയ്ത് പ്യൂരിഫൈ ചെയ്തെടുക്കുക. ഈ 3 പ്രോസസ്സ് വഴി ഓറിൽ നിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റലർജി എന്ന് വിളിക്കുന്നത്. നോക്ക്, ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർ ത്രൂ ദീസ് 3 പ്രോസസ് ആർ കോൾഡ് മെറ്റലർജി. ക്ലിയർ? മെറ്റലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓറിൽ നിന്ന് മെറ്റലിനെ ഈ 3 പ്രോസസ്സ് വഴി, ഏതൊക്കെ? കോൺസെൻട്രേഷൻ ഓഫ് ഓർ,
extraction of metal from concentrated ore, refining of metal. That is what is called metallurgy.